മലപ്പുറത്താണ് എടപ്പാളിൽ നിന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ 2 പേർ പിടിയിലായത്. അസം ഉറിയംഘട്ട് സ്വദേശി ഉദയ് ഗോഖോയ്, ചങ്ങരംകുളം സ്വദേശി മുഹമ്മദ് ഷഹീർ എന്നിവരാണ് പിടിയിലായത്. സൗഹൃദം നടിച്ചാണ് ഇരുവരും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അസം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയും ഇത്തരത്തിൽ പ്രണയവലയിലാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ പരിശോധന നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഈ പെൺകുട്ടി നാഗാലാൻഡിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായിട്ട് പോലീസിന് വിവരം ലഭിക്കുന്നത്. നമ്മളെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാ? പ്രായപൂർത്തി പോലും ആവാത്ത ഒരു പെൺകുട്ടിയെ സൗഹൃദം നടിച്ച് 2 പേര് തട്ടിക്കൊണ്ടുപോയി. അതൊന്നൊരു ആസാം സ്വദേശിയും ഒന്ന് ചങ്ങരംകുളത്തുള്ള ഒരാളും. നിങ്ങൾ ചിന്തിക്കണം, എന്താ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സംഭവിക്കണത്? ഒരു ഇന്ത്യക്കാരെ മാറ്റൊക്കെ പ്രണയത്തിലും സൗഹൃദത്തിലായിട്ട് അവരെ കൂടെ ഇറങ്ങി പോവാൻ നിൽക്കണം. അവർ വിളിക്കുമ്പോഴേക്കും ഈ കുട്ടി അങ്ങനെ ആസാമിൽ എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? എനിക്ക് ഉറപ്പില്ല ആ കുട്ടി തിരിച്ചു വരുന്നുള്ളത്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നാഗാലാൻഡിൽ നിന്ന് കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഒന്നാമത് ഈ പെൺകുട്ടികൾക്കൊക്കെ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം. ഈ പെൺകുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് കയ്യിൽ മൊബൈൽ വരെയുള്ള കുട്ടിയാണത്. ഇവരൊക്കെ ഏത് ട്രാപ്പിലാണ് ഇപ്പോഴും നമുക്ക് ഒരിക്കലും അറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ വീണ്ടും ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികളെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പലതും സംഭവിച്ച് കുട്ടികളെ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. കണ്ട അണ്ടനും അടകോണിയും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ വക തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റൂല. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ.